ധന്യനായ കർത്താവിന് മഹത്വം എല്ലാവർക്കും പ്രാർത്ഥനം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു, അതെനിക്ക് മറിച്ചുകൂടാ. ബിലെയാം സംസാരിക്കുന്ന ബാലാക്ക് ഇസ്രായേൽ ജനം യെരിഹോ കടക്കുന്നതിന് മുമ്പ് മോവാബ് സമഭൂമിയിലെത്തി പാളയം ഇറങ്ങുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ മോവാബ് രാജാവായിരിക്കുന്ന ബാലാക്ക് വളരെയധികം ഭയപ്പെട്ടു ഇസ്രായേൽ ജനത്തെ കുറിച്ച്. കാരണം അവർ കടന്നു വന്ന വഴികളെല്ലാം തച്ചൊടിച്ച് സകലത്തെയും ശക്തന്മാരായ സീഹോനെയും മൂഗിനെയും ഒക്കെ തകർത്ത് സകല രാജ്യങ്ങളെയും കീഴടക്കുകയാണ്. അപ്പൊ തന്റെ രാജ്യവും കീഴടങ്ങും അവന്റെ മുമ്പിൽ നിന്ന് വളരെ വ്യക്തമായി അവന് ലോക പരിജ്ഞാനം ഉള്ളതുകൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും മനസ്സിലാക്കുകയും യുദ്ധം ചെയ്തവരെ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി ബുദ്ധിപൂർവം അക്കാലത്ത് അനുഗ്രഹവും ശാപവും കൊടുക്കുന്ന വലിയ ഒരു പ്രവാചകനായിരുന്നു. ജാതികൾ അംഗീകരിച്ച ഒരു പ്രവാചകനായിരുന്നു ബിലെയാമിനെ കൊണ്ടുവരികയും ജനത്തെ ശപിപ്പാനായി അതിനുള്ള ക്രമീകരണങ്ങൾ അവന് ചെയ്തു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ദൈവം ബിലെയാമിൽ കൂടി അല്ലെങ്കിൽ ബിലെയാം ജനത്തെ ശപിക്കുവാനോ അവർക്ക് നാശം വരുത്തുവാനോ അനുവദിക്കാതെ ദൈവം ബിലെയാമിനോട് പറഞ്ഞതുപോലെ ബിലെയാമിന് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ശപിക്കുവാനായി കൊണ്ടുവന്നവൻ ജനത്തെ അനുഗ്രഹിക്കുന്നവനായി മാറ്റപ്പെട്ടു ദൈവത്താൽ. അങ്ങനെ അവൻ പറയുകയാണ്, അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ സർവശക്തി അവരുടെ ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എനിക്കതിനെ മറിച്ചുകൂടെ, എനിക്കതിനെ മാറ്റം വരുത്തുവാൻ കഴിയുള്ളൂ. സർവശക്തനായ ദൈവം അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ എനിക്കതിനെ മാറ്റുവാനോ അല്ലെങ്കിൽ അവർ മർമ്മമുണ്ട് അവിടെ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു ദൂത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തെ മാറ്റിമറിക്കുവാൻ ആഭിചാരകന്മാരും മന്ത്രവാദികൾ, തന്ത്രവാദികൾ, ശകുനവാദികൾ, ശുദ്രക്കാർ, നാലാം വേദക്കാർ പഠിച്ച പണി മുഴുവൻ അവർ പയറ്റിയാലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ അനുഗ്രഹം ദൈവം നിനക്ക് തന്ന അതിനെ എടുത്തു കളയാൻ ആർക്കും കഴിയത്തില്ല. അത് ദൈവം തന്നെ തിരിച്ചെടുത്തെങ്കിലേ അത് നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ജനത്തെ ശപിക്കുവാനായി ജനത്തെ ശപിക്കാതെ ജനത്തെ അനുഗ്രഹിച്ച് കടന്നു പോകുന്നതിന് മുമ്പ് അവന് ധാരാളം സമ്മാനങ്ങൾ ബാലാക് രാജാവായ ബാലാക്ക് കൊടുത്തു. അപ്പൊ കടന്നു പോകുമ്പോൾ ഈ അവന് വിളിച്ചോണ്ട് വന്ന് സമ്മാനങ്ങൾ കൊടുത്തവന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം താൻ ചെയ്യണമല്ലോ. തന്നെ അതിനാണല്ലോ ദൂരദേശത്ത് നിന്ന് ബാലാക് രാജാവ് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെ ഇസ്രായേലിനെ അനുഗ്രഹിച്ചിട്ട് പോകുമ്പോൾ തന്നെ ബാലാക്കിനോട് പറഞ്ഞു, ഇവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയാൽ, ദൈവിക ന്യായപ്രമാണത്തിൽ നിന്ന് ഇവർ അകന്നു നിന്നാൽ ഒരുപക്ഷെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവരെ തോൽപ്പിക്കാൻ കഴിയും. അതിനൊരു തന്ത്രം കൂടെ പറഞ്ഞു കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മോവാബിയ കന്യകമാരെ വേഷം കെട്ടിച്ചെന്ന് പറഞ്ഞ സൗന്ദര്യ രൂപം വരുത്തിയിട്ട് സൗന്ദര്യവതികളാക്കിയിട്ട് ഇസ്രായേൽ പാളയത്തിൽ കെട്ടഴിച്ച് വിട്ടുകൊടുത്തു. അപ്പോൾ ഈ കന്യകമാരിങ്ങനെ ദൈവജനത്തെ വശീകരിക്കാൻ ഇസ്രായേൽ പാളയങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനെ അതിന്റെ ബൗണ്ടറികൾക്കരികെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇസ്രായേലിലെ യൗവനക്കാർ ഈ സ്ത്രീകളെ എന്തായി തീർന്നു? ആകൃഷ്ടരായി തീർന്നു. അങ്ങനെ ആ സ്ത്രീകളുമായി എന്ത് ചെയ്തു? വേണ്ടാത്ത ബന്ധങ്ങളിൽ ഇവർ അകപ്പെട്ടത് കൊണ്ട് ദൈവത്തിന്റെ കോപം ഇസ്രായേലിന്റെ മേൽ വന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായത് അവരുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഏലിയാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്റെ ജനത്തിൽ നിന്ന് തന്നെ എന്റെ മകനൊരു ഭാര്യ എടുക്കണം എന്ന് പറഞ്ഞ് വിജാതീയരുമായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിച്ഛേദനയേൽക്കാത്ത ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു കുഞ്ഞ് എന്റെ മകന് ഭാര്യയായി തീരും. ദൈവത്തിന്റെ പേരിൽ ഒരു വലിയ വിഷയമാണ്. ദൈവത്തിന്റെ ആത്മാവ് 1-2 ദിവസം എന്റെ ഹൃദയത്തിലേക്ക് തരുന്ന ആമീൻ ദൈവ ആലോചനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആലോചന ഇവിടെ പറയുമ്പോൾ ഒരു സാക്ഷ്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയണം. സമയം വളരെ പരിമിതിയാണെങ്കിൽ ഞാൻ വേഗത്തിൽ പറയുകയാണ്. ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അവിടെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു TPM വിശ്വാസി ഉണ്ടായിരുന്നു, സഹോദരി, ഒരു പെൺകുഞ്ഞ്. അവള് എന്ത് ചെയ്തു? ദൈവത്തെ വളരെ ശക്തിയോടെ ആരാധിക്കുകയും വിശുദ്ധന്മാരോടും വിശുദ്ധകളോടും ചേർന്ന് ദൈവകൃപയിൽ ജീവിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഒരു ഹൈന്ദവ വിജാതീയ മതത്തിൽപ്പെട്ട ഒരു സഹോദരനുമായി ഇവൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അവൾ അതിലേക്ക് അങ്ങ്
ഒരു ഭ്രാന്തിയെ പോലെ അതിലേക്ക് അങ്ങ് ആകൃഷ്ടയായി അങ്ങ് മാറിപ്പോകുവാണ്ട് ഒരു തരത്തിലും അവർക്ക് പിരിയാൻ പറ്റാത്തതുകൊണ്ട് വിശുദ്ധന്മാർ ഈ കാര്യം അറിഞ്ഞ് വിശുദ്ധമതികൾ അവളെ ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടും ഇവളുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ഇവൾ എന്ത് ചെയ്തു? ആ ബന്ധത്തിൽ നൊഴിയാൻ കഴിയാതെ അവസാനം സഭ വിട്ടിട്ട് ഇവരെന്ത് ചെയ്തു? മാതാപിതാക്കളെ ആരെയും അറിയിക്കാതെ തന്നെ ഒരു വിവാഹം കഴിക്കുവാണ്ട് കൊണ്ടിവിടെയായി. പിന്നത്തേതിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? വിവാഹം കഴിച്ച് ചില മാസങ്ങൾ കഴിയുമ്പോൾ ഈ സഹോദരിയുടെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ട് നിറയുവാണ്ട് കൊണ്ടിവിടെയായി. എന്ന് പറയുമ്പോൾ വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും ദൈവജനത്തിന്റെയും മാതാപിതാക്കളുടെയും അവരെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കണ്ണുനീരിന് വില കൊടുക്കാതെ വിജാതീയനായ ഒരുവനുമായി സംബന്ധം കൂടുവാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ദൈവകോപം വെക്കുന്നത്. ഇതെന്റെ അനുഭവത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ്. ഈ അനുഭവ സാക്ഷ്യത്തിൽ ഞാൻ നിൽക്കുമ്പോൾ 2-3 ദിവസമായി പരിശുദ്ധാത്മാവ് യൗവനക്കാരായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ശക്തിയോട് പ്രാർത്ഥിക്കണം. കാരണം ദൈവകൃപയിൽ നിൽക്കുന്ന മാതാപിതാക്കളുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ വശീകരിച്ചുള്ള ഭാവി നന്മകളെ തടുത്തുകളയുവാൻ ആ വിചാരകന്മാരും തന്ത്ര പ്രയോഗിക്കുന്ന ഒരു വശീകരണ ശക്തികൾ ഉപയോഗിച്ച് ദൈവജനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസമുള്ള യൗവനക്കാരത്തികളെ വശീകരിച്ച് ദൈവിക ശാപങ്ങളുടെ മേൽ വീഴ്ത്തി ആ കുടുംബത്തിന് അപമാനമായി ദേശത്തിന് ദൈവസഭകൾക്ക് വിശുദ്ധന്മാരുടെ കണ്ണുനീർ വീഴത്തക്കവണ്ണമുള്ള നിന്ദപരമായ അനുഭവത്തിലേക്ക് നീക്കുവാൻ ശത്രു ശക്തിയോട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ദൈവിക അരുളപ്പാട് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവ സാക്ഷിയുടെ പറയുവാണ്ട് കൊണ്ടിവിടെയായത്. ആ സഹോദരിയുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ ആ സഹോദരൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ വലിയധികമായി ഭയപ്പെടുകയും വേഗത്തിൽ തന്നെ ദൈവകൽപ്പനകൾ അനുസരിച്ച് TPM-ലേക്ക് പോകുവാൻ അവർക്ക് അനുവാദമില്ല. ചർച്ചയോട് ചേർന്ന് ആ വളരെ ശാന്തനായ ഒരു നല്ല ഒരു യൗവനക്കാരനായിരുന്നു. പക്ഷെ അവളുടെ രോഗം അവളോട് കൂടെ തന്നെയായിരുന്നു. കാരണം ദൈവത്തെ മറന്നവൾ ന്യായപ്രമാണത്തെ ലംഘിച്ച് നമ്മുടെ പല തലമുറകളും പല സഭയ്ക്കുള്ളിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ എത്ര മൂടി വെച്ച് കൊണ്ടുപോയാലും ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം ഈ തലമുറകളുടെ മേൽ വെളിപ്പെടേണ്ട കാലവാസനമായിരിക്കുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശക്തിയോട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ യൗവനക്കാർക്ക് വേണ്ടി നീ ശക്തിയോടെ ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തും. ദോഷകരമായി സംഭവിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ യൗവനക്കാരെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.